ഭഗവാനില്ലേ പിന്നെ അടിപൊളി. നമ്മളെ മലയാളത്തിലെന്ന് പറഞ്ഞാൽ നല്ല വില്ലന്മാരുണ്ടായിരുന്നാണ്, പഴയ വില്ലന്മാരെല്ലാം മറഞ്ഞു. പക്ഷെ ആ പയ്യന് നല്ലൊരു ഭാവിയുണ്ട്. നേറ്റീവ് റോൾ ഈ കൊറിയൻ സിനിമയൊക്കെ നമ്മൾ കാണുന്നില്ലേ, അതിൽ ആ വില്ലൻ്റെ ടൈപ്പിൽ ടോപ്പ് നല്ല അഭിനയിക്കണം. ഡയലോഗൊന്നുമില്ല പുള്ളിക്ക്, ചെറിയൊരു ഡയലോഗ് മാത്രമേ. പടം നല്ല സൂപ്പർ, അടിപൊളി. അങ്ങനെ വേണം പിള്ളേരായാലും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ ബോബി ചേട്ടനൊക്കെ ആണെങ്കിൽ നല്ല വില്ലൻ വേഷമൊക്കെ ഒരുപാട് സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ വെച്ച് ഇന്നത്തെ പെൺപിള്ളേരൊക്കെ ഇങ്ങനെ ആക്റ്റീവ് ആകണം, അതാണ് എൻ്റെ അഭിപ്രായം. പടം കൊള്ളാം. മോഹൻലാലിൻ്റെ മോളെന്ന് പറഞ്ഞാൽ ഒരു നായികയ്ക്കുള്ള പ്രാധാന്യം അതിൻ്റെ എല്ലാം സിറ്റുവേഷനാണ്. പക്ഷേ നമ്മളെ മലയാളത്തിലെന്ന് പറഞ്ഞാൽ നല്ല വില്ലന്മാരുണ്ടായിരുന്നാണ്, പഴയ വില്ലന്മാരെല്ലാം മറഞ്ഞു. പക്ഷെ ആ പയ്യന് നല്ലൊരു ഭാവിയുണ്ട്. നേറ്റീവ് റോൾ ഈ കൊറിയൻ സിനിമയൊക്കെ നമ്മൾ കാണുന്നില്ലേ, അതിൽ ആ വില്ലൻ്റെ ടൈപ്പിൽ ടോപ്പ് നല്ല അഭിനയിക്കണം. അവന് നല്ലൊരു നമ്മളെ ഈ പഴയ രഘുവരൻ്റെയൊക്കെ മോഡൽ പോലെ. നമ്മൾ ഈ തമിഴിൽ നിന്നൊക്കെ വലിയ കൊടൂര വില്ലനെയൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇവിടെ നല്ല അഭിനയശേഷിയുള്ള പയ്യന്മാർ. ആ മറ്റേ പയ്യനെ അറിഞ്ഞൂടെ, മറ്റേ ഇതിലാ ഈ പിന്നെ ജോജുവിൻ്റെ പടത്തിൽ അഭിനയിച്ചില്ല ഒരു പയ്യൻ, ആ പയ്യന്മാരെ പോലെയൊക്കെ നല്ല ഒരു ഭാവിയുള്ള നടനാണ്. അവൻ്റെ ശബ്ദവും കൊള്ളാം. ലാസ്റ്റിലെ ഡയലോഗാണ് എന്തായാലും ഒറ്റയ്ക്ക് ഒരു ഡയലോഗ്. അവൻ്റെ ആ ഫൈറ്റും സീനും ആ നോട്ടവും ആ ബസ്സിലെ ആ അവൻ്റെ ഇൻട്രോ കാണിക്കുമ്പോൾ തന്നെ നമുക്കൊരു കൊറിയൻ ഫിലിമൊക്കെ കാണുന്നതല്ലേ. പടം കൊള്ളാം. ഫാമിലിക്ക് പറ്റിയ പടമാണ്. ഈ പെൺകുട്ടികളിൽ നിന്ന് നേരിടുന്നതിനെ ശക്തമായിട്ട് എതിർക്കുന്നത് എല്ലാം നല്ല. പിന്നെ ഇതിന്റെ കുറേ നൈറ്റ് സീനുകളൊക്കെ ഇതിന്റെ ലൈറ്റിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നൊക്കെ നൈറ്റ് സീനിലൊക്കെ അത് ഒരു പ്രത്യേക നമ്മൾ ഈ ഇംഗ്ലീഷ് ഫിലിമുകളൊക്കെ കാണുന്നത് പോലെ ഒരു പ്രത്യേക ഇത്. പിന്നെ മലയാളത്തിൻ്റെതായ ഒരു സെൻറ്റിമെൻറ്റ്സ് അടിക്കുന്ന ആ ഇതുണ്ടല്ലോ, ആ സഹതാപൻസ് സായിമാരൊക്കെ എന്ത് നന്നായിട്ട് അഭിനയിച്ചിരിക്കും. അതുപോലെ പോലീസ് വേഷങ്ങളിൽ ദുഷ്ടരായിട്ടുള്ള പോലീസിനെ കാണിക്കുന്നു. മനോജ് കൈനൊക്കെ നല്ല റോളല്ലേ. ഹാപ്പിയാണ്. കൊള്ളാം. സൂപ്പർ പടം ചേട്ടാ, സൂപ്പർ പടം. ഇന്ന് വാവ് അവധിയൊക്കെ ആയിട്ടും എങ്ങനെയുണ്ട്? ആള് മറ്റേ കുറച്ച് കുറവാണെങ്കിലും പടം നല്ല സൂപ്പറാണ്. വാവായതുകൊണ്ടായിരിക്കും പടം നല്ല സൂപ്പർ. നല്ല പടം. എങ്ങനെയുണ്ട് അവരുടെ ഒരു തുടക്കം? അടിപൊളി പടം കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. ഫൈറ്റൊക്കെ സൂപ്പറാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ ബോബി ചേട്ടനൊക്കെ ആണെങ്കിൽ നല്ല വില്ലൻ വേഷമൊക്കെ ഒരുപാട് സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആൻ്റണി പെരുമാറ്റം തകർത്തു. അതെ, ഇതുപോലെ ഇതിനകത്ത് ഭയങ്കര നൈറ്റ് സീനാണല്ലോ വന്നേക്കുന്നത്. അപ്പോൾ ആ നൈറ്റ് സീനൊക്കെ എടുത്തിരിക്കുന്നത് എല്ലാം അടിപൊളിയാണ്, എല്ലാം സൂപ്പറാണ്. മ്യൂസിക്കാണ് അടിപൊളി. എല്ലാവരുടെ അഭിനയം സൂപ്പറായിട്ട്. എനിക്ക് ആരുടെ അങ്ങനെ വെറുപ്പായിട്ട് തോന്നിയിട്ടില്ല. എല്ലാം നന്നായിട്ടുണ്ട്. സൂപ്പർ മൂവി. ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന മൂവിയാണ്. പെണ്ണുങ്ങൾ പ്രത്യേകം കണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് ചേച്ചി സിനിമ? എങ്ങനെയുണ്ട് വിസ്മയുടെ പ്രകടനമൊക്കെ? അടിപൊളി. അങ്ങനെ വേണം പിള്ളേരായാലും. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാം നല്ല സൂപ്പറായിരുന്നു. എല്ലാം അടിപൊളി. ഒന്നും പറയാൻ. വിസ്മയ മോഹൻലാൽ കലക്കി നല്ല ആക്ഷനും ഉണ്ട്. സ്ത്രീകൾക്ക് നല്ലൊരു മെസ്സേജും കൊടുക്കുന്ന മൂവിയാണ്. ഓൾ ദി ബെസ്റ്റ്. ഇഷ്ടമായി. എങ്ങനെയുണ്ട് വിസ്മയുടെ തുടക്കം? സൂപ്പർ. ഇഷ്ടമായി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ കോമഡി ഒന്നും ഇല്ല, അത് മാത്രമേ ഉള്ളൂ. പടം നല്ല സൂപ്പർ കളിയുണ്ട്. ഭഗവാനില്ലേ പിന്നെ അടിപൊളി. ആന്റണി പെരുമ്പാറിന്റെ മോനാ മൊത്തത്തിൽ എങ്ങനെയുണ്ട്? രാത്രി ഷൂട്ടിംഗ് ആണല്ലോ ഏറ്റവും കൂടുതൽ. അത് എന്താണ് പടം വളരെ സന്തോഷമായി. അടിപൊളി. ഞങ്ങൾ ഫാമിലി കാണാം. തുടക്കം മാത്രം ആയതുകൊണ്ട് ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്. ഭാവിയിൽ നമുക്കത് എങ്ങനെയുണ്ട്? ആന്റണി പെരുമ്പാറിന്റെ മകന്റെ പ്രകടനം കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. സിനിമ നല്ലതായിരുന്നു, സൂപ്പറായിരുന്നു, കുഴപ്പമില്ല. വിസ്മയുടെ അഭിനയം നല്ല സൂപ്പറാണ്. ലേഡീസ് ഓറിയന്റഡ് സബ്ജക്റ്റ് ആണല്ലോ, അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഇന്നത്തെ സമൂഹത്തിന് നല്ലൊരു ത്രില്ലിംഗ് മൊമെന്റ് കൊണ്ടുപോകുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ എങ്ങനെയുണ്ട്? നല്ലതാണ്, സൂപ്പറാണ്. നല്ലതായിരുന്നു. എന്താ പറയുക, ഗേൾസിന് ഒരു പ്രചോദനമായിട്ടുള്ള ഒരു ഫിലിം തന്നെയാണ്. ആന്റണി ചേട്ടൻ്റെ മകൻ്റെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ഡയലോഗൊന്നുമില്ല പുള്ളിക്ക്, ചെറിയൊരു ഡയലോഗ് മാത്രം, പക്ഷേ ആളെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ബാക്കി മൊത്തത്തിൽ ടെക്നിക്കൽ സൈഡൊക്കെ ഉണ്ട്. നൈറ്റ് സീനുകളാണല്ലോ ഏറ്റവും കൂടുതലുള്ളത്. അതൊക്കെ എങ്ങനെയുണ്ട് വിഷ്വലി കാണാനൊക്കെ? കുഴപ്പമില്ല, നല്ലതായിരുന്നല്ലോ. മെയിനായിട്ട് പറയാനുള്ളത് ഗേൾസിന് ഒരു ഇതായിട്ടുള്ള ഇൻസ്പയറിംഗ് ആയിരിക്കും. യെസ്. എനിക്ക് ആയോധനകാലം എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടോ ചേച്ചിയൊക്കെ? ഇല്ല. ഇത് കണ്ടപ്പോഴത്തേക്ക് അത് ചെയ്യണമെന്നൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട് അതിൽ. കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നത്. ശരി എന്നാ. എനിക്കിഷ്ടപ്പെട്ട്. പിന്നെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വെച്ച് ഇന്നത്തെ പെൺപിള്ളേരൊക്കെ ഇങ്ങനെ ആക്റ്റീവ് ആകണം, അതാണ് എൻ്റെ അഭിപ്രായം. ലേഡീസ് എല്ലാവരും ഈ സിനിമ ഏറ്റെടുത്തേക്കോ? അതെ, സത്യം. ഇത് പിന്നെ അച്ഛനും മോളും കൂടെ ഉള്ള ഒരു അഭിനയമല്ലേ, അതും ഓക്കെ, നല്ലതാണ്. അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. സൂപ്പർ അല്ലേ. ശരിക്കും ഒരു നല്ല വില്ലൻ്റെ ലുക്കാണ്.
പക്ഷെ ആളെങ്ങനെയാണെന്ന് അറിയത്തില്ല. ആള് നോർമലി പാവ ഒരു മനുഷ്യനാണ്. പാവമാണ്, പക്ഷേ സിനിമ അഭിനയിച്ചത് നല്ല സൂപ്പർ.